ഒരു ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അതാണ് $150 ബില്യൺ മൂല്യമുള്ള ഭാരം കുറയ്ക്കൽ വ്യവസായത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത് ഒസംപിക്, വെഗോവി, മൗഞ്ചാരോ, സെപ്ബൗണ്ട് തുടങ്ങിയ മരുന്നുകളാണ്. സെലിബ്രിറ്റികൾക്കിടയിലും വാർത്തകളിലും ഇപ്പോൾ ഈ പേരുകളാണ് മുഴങ്ങി നിൽക്കുന്നത്. ഈ കുത്തിവയ്പ് മരുന്നുകൾ വലിയ പ്രതീക്ഷ നൽകുന്നവയാണ്. പ്രത്യേകിച്ചും 2035ഓടെ ലോക ജനസംഖ്യയുടെ പകുതിയിലേറെ പേർ അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉള്ളവരാകുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്ന ഈ സാഹചര്യത്തിൽ പക്ഷേ എല്ലാവർക്കും ദിവസേനയുള്ള കുത്തിവയ്പ്പുകൾ എടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രശ്നം. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ഒരു എളുപ്പമാർഗം ഈ ഗുളികകളാണ്. ഇവിടെയാണ് ഫാർമ ഭീമനായ ഫൈസർ രംഗത്തെത്തുന്നത്. വിപ്ലവകരമായ ഗുളികയായ ഡെനുഗ്ലിപ്രോൺ അവർ വികസിപ്പിക്കുകയായിരുന്നു. ദിവസവും ഒരു നേരം കഴിക്കാവുന്ന ഒരു മരുന്ന്. ഭാരം കുറയ്ക്കൽ എളുപ്പവും എല്ലാവർക്കും പ്രാപ്യമാക്കുകയുമായിരുന്നു ഫൈസറിന്റെ ലക്ഷ്യം. അന്തിമ അംഗീകാരത്തിന് മുമ്പുള്ള വളരെ ചെലവേറിയ പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കാൻ ഫൈസർ തയ്യാറെടുക്കുകയാണ്. അന്നേരമാണ് പെട്ടെന്നൊരു അപകടം സംഭവിക്കുന്നത്. ക്ലിനിക്കൽ പരീക്ഷണത്തിനിടെ ഒരു രോഗിക്ക് ഈ മരുന്ന് മൂലം കരൾ തകരാറിലായി. രോഗി മരുന്ന് നിർത്തിയപ്പോൾ പ്രശ്നം മാറുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പല പാർശ്വഫലങ്ങളും ഈ മരുന്ന് വിതച്ചിരുന്നു. ഇതോടെ ഫൈസർ തങ്ങളുടെ ഡെനുഗ്ലിപ്രോൺ പദ്ധതി ഉപേക്ഷിച്ചു. ഇത് ഫൈസർക്ക് മാത്രമല്ല, മുഴുവൻ വ്യവസായത്തിനും ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ എളുപ്പത്തിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ഗുളികയെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ അവസാനിച്ചു. ശരീരഭാരം കുറയ്ക്കാനുള്ള ഇത്തരം ഗുളികകൾ പൊണ്ണത്തടി അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള ഗുരുതരമായ അവസ്ഥകൾക്ക് മാത്രമേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ പലരും ഇവ എളുപ്പം ഭാരം കുറയ്ക്കാനുള്ള എളുപ്പവഴിയായി ദുരുപയോഗം ചെയ്യുന്നു. ഓക്കാനം, വയറുപൊന്തൽ, ഛർദി തുടങ്ങിയവ മുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടായേക്കാം. അവയവങ്ങളിലുള്ള വീക്കം, വയറ്റിലെ തളർച്ച, ആത്മഹത്യാപരമായ ചിന്തകൾ ഇവയെല്ലാം പാർശ്വഫലങ്ങളാണ്. ഈ മരുന്നുകൾ കുത്തിവെക്കുന്നവർക്ക് വൻകുടൽ തടസ്സം, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനേക്കാൾ മോശമാണ് കരിജന്ത. ഈ മരുന്നുകൾക്ക് വില കൂടുതലുമാണ്. നിർത്തിയാൽ ഭാരം തിരികെ വരും. പലർക്കും ഇവ വാങ്ങാൻ പോലും കഴിയാത്തതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ലഭിക്കുന്ന നിയമവിരുദ്ധമായ കുത്തിവയ്പ്പുകളിലേക്ക് പലരും തിരിയുന്നു. ഇതിലൂടെ മരണം വരെ സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളാകും ഉണ്ടാകുക. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഈ മരുന്നുകൾക്കായി വലിയ വില നൽകാൻ തയ്യാറാണ്. എന്നാൽ ഗവേഷകർ ഇതിനെ ഒസംപിക് പരീക്ഷണമെന്നാണ് വിളിക്കുന്നത്. ഈ മരുന്നുകൾ പുതിയതാണ്. അവയുടെ ദീർഘകാല ഫലങ്ങൾ ഇനിയും അജ്ഞാതമായിട്ടാണ് കാണുന്നത്. അവയുടെ ഗുണവും ദോഷവും പൂർണ്ണമായി മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയെന്ന് വരാം. എളുപ്പത്തിൽ ഭാരം കുറയ്ക്കുന്നത് ഒട്ടും എളുപ്പമല്ലെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.